ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മാമോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് കൂടുതൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. എന്നാ പറയുന്നത്, ഏതായാലും നമുക്ക് മതമല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാലും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ എണ്ണമുണ്ട് കേട്ടോ. ഓരോ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. ഞാൻ എന്നാ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. ഞാൻ കഴിവതും ഞാൻ ആരെയും അങ്ങനെ ഇങ്ങനെ ഒന്നും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ എന്നെ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാൻ പോവാറില്ല. പിന്നെ നിവർത്തി കെട്ട് കഴിഞ്ഞാൽ അത്ര മുറ്റിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞോണക്ക് നിവൃത്തി കെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോകും. കാരണം നമ്മുടെ ശരീരത്തൂടെ ബ്ലഡും ഒക്കെയാണ് ഓടുന്നത് അല്ലേ, എല്ലാ മനുഷ്യരെയും പോലെ. ഇതൊന്നിനും ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഒരു സൈഡ് പറ്റി ജീവിച്ചു പോകണം. എന്നാലും വരുന്നുണ്ട് കുറേ എണ്ണം. എന്നാ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഇപ്പോൾ എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടല്ലോ. ഇപ്പം ഈ ഉപ്പുതറയിലൊരു സംഭവം നടന്നാൽ, അല്ലെ കോട്ടയത്തൊരു സംഭവം നടന്നാൽ, കോട്ടയത്ത് താമസിക്കുന്ന ആ ഏരിയക്കാർക്കും പ്രദേശക്കാർക്കും ഒക്കെ എല്ലാം മനസ്സിലായില്ലേ. നമ്മൾ പൂച്ചയുടെ വിചാരം എന്നാണെന്നറിയോ, കണ്ണടച്ച് പാല് കുടിക്കും. അപ്പം വേറെ ആരും കാണുന്നില്ലെന്നാ പൂച്ചയുടെ വിചാരം. കണ്ടിട്ടില്ലേ, അത് കണ്ണടച്ച് പമ്മിയെ കുടിക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ വിചാരം ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പാല് കുടിച്ചത് എന്ന് പറഞ്ഞോണം. കാണോ ഓരോ കാര്യങ്ങൾ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ. പൊതുജനം പലവിധമാണ് അല്ലേ. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സ്കൂട്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ പോലീസ് വഴിയൊക്കെ അളക്കുവോ പറക്കുവോ ഒക്കെ അടിപിടി കേസ് അങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാനൊന്നും പോകത്തില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. അപ്പം ഓരോരുത്തർ അറിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമാണിത്. അപ്പം ഓരോരുത്തർ വന്നിട്ട് കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടെന്നിരിക്കും. അപ്പം നമ്മളെ ഇതിനകത്ത് ദൈവമേ നമ്മൾ ഇതിനകത്തൊന്നും ബാധകരല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിലർക്കൊക്കെ കുപ്പ് ചെയ്യാണ്ട് വിടുന്നത്. കാരണം നമുക്ക് ഇത് അറിയേണ്ട, അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. നമ്മൾ ദൈവത്തെ വിളിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ പേടിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഇടപെടും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണ് അല്ലേ. ഈശ്വരൻ ദൈവം എണീറ്റ് കഴിഞ്ഞാൽ ശത്രുക്കൾ ചിതറും എന്നൊക്കെ നമ്മൾ ബൈബിളിനകത്തൊക്കെ വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നേരെ ഓരോരുത്തരും ഓരോ ദ്രോഹവും ചെയ്യുമ്പോൾ ദൈവമായിട്ട് ഇടപെടുന്നുണ്ട്. അതെൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ആരോടും പ്രതികരിക്കാൻ പോകുന്നില്ല. തമ്പുരാനോട് പറയും, എൻ്റെ ദൈവമേ, എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നവർക്ക് ഞാൻ ഒരു നേരമെങ്കിലും വിളമ്പി കൊടുത്തവരെ അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും സംരക്ഷിച്ചിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ ദൈവമേ അതിനുള്ള അവർ ചെയ്യുന്നതിൻ്റെ പാവഫലം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഭൂമി തന്നെയാണ് സ്വർഗവും നരകമൊക്കെ. ഞാൻ ചെയ്ത് എന്തൊക്കെ തെറ്റ് ചെയ്തു, ഞാൻ അത്രയും മഹാവില്ലത്തി ദുഷ്ടത്തി സ്ത്രീയായ അത്രയും വലിയൊരു ദുഷ്ട സ്ത്രീയാണെന്നാണ് എന്നെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അത്രയും ദുഷ്ടയായ സ്ത്രീ ഈ ഭൂമിയിൽ അതിൻ്റെ എല്ലാ ശിക്ഷ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അല്ലാണ്ട് സ്വർഗവും നരകവും മണ്ടേനാണെന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്. അപ്പോൾ ഞാൻ ചെയ്ത് കുട്ടിയേക്കുന്ന പാവത്തിൻ്റെ എല്ലാ ഫലം ഞാൻ ഈ ഭൂമി തന്നെ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും. എല്ലാവർക്കും അത് ബാധകമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഞാൻ മാത്രമല്ല ഈ ശിക്ഷയും ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ ഭൂമിയിൽ മറ്റുള്ള ഓരോ കുടുംബക്കാരെയോ അല്ലെ വീട്ടുകാരെയോ അല്ലെ നാട്ടുകാരെയോ ഒക്കെ നമ്മൾ ദ്രോഹിക്കാൻ പോയാൽ അതിനുള്ള പരിണയ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. അതിന് മറ്റുള്ളവരെ ഓരോ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ഇത് പറയണം തോന്നി. എന്നിട്ട് ഞാൻ ഒന്നും മെൻഷൻ ചെയ്ത് ആരെയും ഇതാക്കി ഞാൻ പറയുന്നില്ല. നമ്മൾ നമ്മുടേതായ ചുറ്റുവട്ടത്തുള്ള നമ്മുടേതായ ഒരു ഇതിലങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് നമുക്കൊരു മിസ്റ്റേക്ക് വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നമ്മുടെ സ്വന്തം ഒരു ഫാമിലി മെമ്പർ ഇവൻ്റെ തൃശ്ശൂർ പൂരത്തിന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആനകളെല്ലാം കൂടെ നിൽക്കുന്നതും വടക്കുന്നാഥൻ്റെ മുമ്പിൽ ജനം ഇടിച്ച് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ചെയ്തു, ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് അത് കുറച്ച് ഭാഗം ഒരു 3-4 മിനിറ്റ് ഉണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നേ. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്തോ യൂട്യൂബ് തന്നെയാണ് അത് ഇതാക്കി കളഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ് ബ്ലാക്ക് കളറിൽ കുറച്ച് സമയം ഇല്ലാണ്ടായി പോകുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ചേട്ടായി എനിക്കൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു. ഇന്നലെ വൈകിട്ട് ചേട്ടായി കൊണ്ടുവന്ന കേട്ടോ. അത് തന്നെയാണ് സംഭവം. ഇപ്പോൾ എൻ്റെ സമയത്ത് വെയിൽ കൊണ്ട് കൈയെല്ലാം കരുവാളിച്ചു. ആ സമയത്ത് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ നേണ്ട ഓർഡർ ചെയ്ത് വീണ്ടും കിട്ടി കേട്ടോ. ചേട്ടായി ഒരു കറുപ്പിന് ഓർഡർ ചെയ്ത് ഒരു കറുപ്പ് വരുത്തി തന്നായിരുന്നു, ഒരു കറുപ്പ് കൂടെ തന്നു. അപ്പോൾ എനിക്കൊരു മോള് വേറെ 3 അയച്ചതില്ല. പിന്നെ ഞാൻ ഒരെണ്ണം കൊണ്ടേ അമ്മൂന് കൊടുത്തു കേട്ടോ, ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കയ്യിലിടുന്ന സംഭവം കിട്ടിയതാണ് കേട്ടോ. അത് ചേട്ടായി ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ
അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അടുക്കളയ്ക്കകത്തെ സന്തോഷങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ നമ്മളെ വിറ്റ് കാശ് തിന്നാറാന്ന് ഓർക്കണം. കാരണം അങ്ങനെയാണോ ഓണോ എന്നൊക്കെ ചോദിച്ച് ഓരോ തമ്മനയിലൊക്കെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ടേ എന്നിട്ട് ലാസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല, ആരാണ്ട് എൻ്റെ അതിനകത്ത് വന്ന് കമൻറ്റ് ഇട്ടതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിപ്പം നമുക്കൊന്നും പാടില്ല, ബാക്കി എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ആകാമെന്നുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മുടെ പോക്ക്. പക്ഷെ നമ്മൾ ആരെയും ഒരു ഇതിനും പോകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ സന്തോഷകരമായ ഹാപ്പി വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ? ഇവിടെ ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്തോളൂ, എന്നാലും കുഴപ്പമില്ല. ഇന്ന് നല്ല വെയിലുണ്ട്. ഇന്നലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ അത്രയ്ക്കൊരു ക്ഷീണം അങ്ങ് മാറാത്തതുകൊണ്ട് ഇന്ന് എങ്ങോട്ടേക്കും പോയില്ല, ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് പോകാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു, അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇന്നലെ മാളൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട്. ഞങ്ങൾ 9 മണി വരെ ഇവിടെ നോക്കിയിരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ പിന്നെ എന്നാ സർപ്രൈസായിട്ട് യാത്രയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് സ്റ്റേജിലോട്ടാന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ നോക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു സർപ്രൈസ് പോകാം അല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഏതായാലും ഇന്ന് ഇച്ചിരി മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഉച്ച കഴിയുമ്പോൾ നല്ലൊരു തകർപ്പം മഴ പെയ്യുമായിരിക്കും, അറിയത്തില്ല. ഇന്ന് ചേട്ടായിക്ക് ഒരു കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഉപ്പുകറയുടെ നമ്മുടെ ഒരു വിശേഷം. ചേട്ടായി വലിയ ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ പോയി കല്യാണം അടിച്ചു പൊളിക്കാനായിട്ട് കേട്ടോ. ഉപ്പുകറ പള്ളിയിലാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുടുംബജീവിതം ഒക്കെ ഈശ്വരൻ കൊടുക്കട്ടെ എൻ്റെ ദൈവമേ. കാരണം ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഓരോ അച്ഛനമ്മമാരും ഓരോ മക്കളെ വളർത്തി വലുതാക്കുന്നത് അല്ലേ. അതിനകത്ത് കുറേ പേരിങ്ങനെ വിഷമിക്കേണ്ട, ദുരിതം അനുഭവിക്കേണ്ടതും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷേ എന്നിരുന്നാലും എപ്പോഴും ഏതൊരു അച്ഛനമ്മമാരാണേലും ദൈവത്തോട് പറയുന്നത് എവിടെയാണേലും അവനവൻ്റെ മക്കൾക്ക് ഒരു ആപത്തനർത്ഥവും വരുത്തരുതേ, കാലിൽ ഒരു മുള്ളു പോലും കൊള്ളിക്കരുതേ എന്നായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണ് എല്ലാ അച്ഛനമ്മമാരും. ഓരോരുത്തർ അവനവൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് കുഞ്ചിച്ച് പുന്നാരിച്ച് സ്നേഹിച്ച് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞോണൊക്കെ തന്നെയാണെന്നേ ബാക്കി എല്ലാവരും. അപ്പം നല്ലൊരു ജീവിതം കിട്ടട്ടെ, എവിടെയാണേലും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടും ഒക്കെ ജീവിക്കാൻ പറ്റട്ടെ അല്ലേ. അതല്ലേ നല്ലത്. അപ്പം നമ്മളിവിടെ ഹാപ്പിയായിട്ടൊക്കെ ഇങ്ങനെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കൈവെള്ളയിൽ തന്നെ കൊണ്ടു നടക്കുന്നു എന്ന് പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ആരെയെങ്കിലും ഒക്കെ ഒന്ന് പേടിക്കുകയും ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കാരണവന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെയോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരെയോ മുതിർന്നവരെയോ ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരെയാണെങ്കിൽ പോലും നല്ലൊരു കാര്യം പറഞ്ഞു തന്നാൽ ഞാനത് നല്ല പോണക്ക് അതിൻ്റെ ഒരു വിലക്ക് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് അറിയത്തില്ലാത്ത വെറും സ്വന്തം അച്ഛനും അമ്മയ്ക്കും വില കൊടുക്കത്തില്ലാത്ത വെറും തറ ലോക്കൽസ് എന്ന് പറയുന്ന അവരിടുന്ന ഓരോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കുറേ കഴിഞ്ഞാണ് ഒരിടയ്ക്ക് മൊത്തം അങ്ങനത്തേതായിരുന്നു. കണ്ടന്റിന് വേണ്ടിയിട്ടും പിന്നെ കമൻ്റ് ആണെങ്കിലും ഇങ്ങനെ അതൊന്നും എന്നെ ബാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് തള്ളച്ചീന്നോ അമ്മച്ചീന്നോ അപ്പച്ചാന്നോ ഈ എഴുതിയവൻ്റെ അല്ലെ എഴുതിയവളുടെ അവളും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാണ്. ആ അമ്മേനെ അവർ സംബോധന ചെയ്യുന്ന പേരാണ് ഈ തള്ളച്ചീന്നൊക്കെ ഉള്ളത്. അല്ലാണ്ട് നമ്മുടെ കുടുംബത്തൊന്നും അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാറില്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നത്. അത്രയ്ക്കും വിവരമില്ലായ്മ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം മുടക്കെല്ലാം ആവട്ടെ അല്ലേ. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വിട്ടിട്ട് പോകാം അല്ലേ. വായോ. അപ്പം വേണ്ട ഇന്ന് കുറച്ച് നല്ല സൂപ്പർ ഫ്രഷ് മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത മത്തിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ നല്ല വെറൈറ്റി ആയിട്ടൊരു കറി വെക്കാമെന്ന് കേട്ടോ. ഈയിടെ കഴിഞ്ഞ ദിവസം കുമാരി ചേച്ചിയുടെ കൊടുത്ത് ഒരു കറി കൊണ്ടുവന്നു കേട്ടോ. സ്മിത വെച്ച കറിയായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മത്തി മേടിക്കുമ്പോൾ അങ്ങനെ ഒന്ന് കറി വെക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിച്ചും തരാം. അപ്പം ഞാൻ ഇവനെ കഴുകി ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ കേട്ടോ. മത്തിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ദേഹത്തൊക്കെ വീണമെന്നുണ്ട്. മത്തി വെട്ടുമ്പോൾ എത്രയാണ് നമ്മളിങ്ങനെ ചെതുമ്പൽ ഇങ്ങനെ കളയുമ്പോഴത്തേക്കും ചിലപ്പോൾ നൈറ്റിയിലൊക്കെ തെറിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുളിച്ചൊക്കെ കുളിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശപ്പ്, എന്നോട് ഭയങ്കര വയറിനകത്ത് ഇങ്ങനെ കാളുന്ന മാതിരി ഒരു ഭയങ്കര. അപ്പം ഞാൻ ഓർത്ത് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു കുടിക്കാം. അതാകുമ്പോൾ സൂപ്പറല്ലേ, വയറിനൊരു തണുപ്പും കിട്ടും കുളിർമയും കിട്ടും. അതിന് ഞാൻ ജ്യൂസ് അടിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്ത് കൂട്ടൊഴിച്ച് കൊടുക്കാവേ. കണ്ടോ,
ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു പ്രശ്നം, ഞാൻ മധുരം ഉപയോഗിക്കാതിരിക്കുന്നത് ഞാനാണ്. പക്ഷേ ഇപ്പം മധുരം ഇച്ചിരി ഇടാതിരിക്കാനും പറ്റത്തില്ല. ഒത്തിരി മധുരമുള്ള ഒരു തണ്ണിമത്തനായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു. എന്നാണേലും ഒരു ഗ്ലാസ് കുടിക്കട്ടെ. വേണം ആർക്കെങ്കിലും തണ്ണിമത്തൻ ജ്യൂസ്? ഇപ്പോഴാണെങ്കിൽ തണുപ്പുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് മിക്സർ ചെയ്യാറുണ്ട്, അതൊരിട്ട് അടിച്ചെടുത്തു. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ല. ഇനി ഞാൻ കുടിക്കാൻ പോകാം കേട്ടോ. മധുരം ഉണ്ടോ നോക്കട്ടെ. ഒരു കൊതുക് കയറ്റുണ്ട്. കൊതുക് കയറിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എൻ്റെ സ്വഭാവം വേറൊരു ഇതാണ് കേട്ടോ. ഒരെണ്ണം പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ കൊല്ലുന്നോണം വരെ സമാധാനമില്ല. കൊതുക് എൻ്റെ ശത്രുവാണ്. അത്യാവശ്യം തണുപ്പുമുണ്ട്, എന്നാൽ ഓവർ തണുപ്പുമല്ല, കുഴപ്പമില്ല കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ടായിരുന്നു, പക്ഷെ നല്ല മധുരമുണ്ട്. കഴിഞ്ഞ ദിവസം സന്തോഷത്തോടെ എവിടെ എങ്ങോട്ട് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കിങ്ങിണീനെ അമ്മൂനെ കൊണ്ടുവരാൻ പോയപ്പോഴാണ് അവിടുന്ന് അടുത്ത് മേടിച്ച് തന്നു. അത് എന്നാ പറഞ്ഞത്, പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് സ്പൂൺ ഇട്ട് അടിച്ച് ഇതാക്കിയേക്കുന്നത്. ഇങ്ങനെ ജ്യൂസായിട്ട് അടിച്ചിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് സ്പൂണും കൂടി ഇട്ട് തന്ന് അത് കോരി കഴിക്കാനായിട്ട്. സ്പെഷ്യൽ മത്തിക്കറിക്ക് ഞാൻ എണ്ണയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചൂട് കാരണം ഉണ്ടല്ലോ തേങ്ങയ്ക്ക് അതെല്ലാം വെള്ളം പറ്റിപ്പോയിട്ട് ഇങ്ങനെ കടന്ന് വരും. എന്നെ ചെയ്യാനാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2-3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3-4 കുഞ്ഞ് വെളുത്തുള്ളി, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് എടുക്കണം. പിന്നെ ഒരു ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങയെ ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പം വേണ്ടേ, മത്തിയൊക്കെ നല്ല വെട്ടി കഴുകി സെറ്റാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. തേങ്ങയും നല്ല ഫസ്റ്റിന് വെണ്ണ ഉണക്കരച്ചെടുത്തു. തേങ്ങയും കൊച്ചുള്ളിയും കൂടെ കേട്ടോ. ഇനി ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ശകലം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കും. നമുക്ക് ആ തേങ്ങ അരച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ടു കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ കറി ഞാൻ ഫസ്റ്റ് വെക്കുന്നതാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയാം കഴിച്ചിട്ട് കേട്ടോ. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഈ കറി ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് തോന്നി ഇത്ര ഒരു സംഭവം കൂട്ടാണ് അതിനകത്ത് ചേർത്തേക്കുന്നത്. അതിനകത്ത് പിന്നെ അവർ ചേർത്തിട്ട് ഏത്തക്കായും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഏത്തക്ക ഇപ്പം നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് നമ്മൾ ഏത്തക്ക ഒഴിവാക്കി. എന്നിട്ട് ഈ മീനിനകത്തോട്ട് ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് നമുക്ക് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കഴുകി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാങ്ങായും മുരിങ്ങയ്ക്കായും ഒരു ശക്കലം കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. മാങ്ങായും മുരിങ്ങയ്ക്കായും തക്കാളിപ്പഴമേ ഒരു ലേശം കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ, കാരണം ഇതിന് വലിയ വേവില്ലല്ലോ ബാക്കിയുള്ള സംഭവങ്ങൾക്ക്, അതുകൊണ്ട് കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് കൈ വെച്ചാണ് ഇളക്കേണ്ടത്, പക്ഷേ ഞാൻ കുടിച്ചു പോയത് കൊണ്ട് കൈ വെച്ച് മത്തിയെ തൊടുന്നില്ല. ഇപ്പം ഇനി കൈയൊക്കെ നീറ്റാക്കി കുട്ടപ്പനാക്കി കൊണ്ട് വെച്ചേക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ശകലം വെള്ളം കൂടെ വേണം. കാരണം നമുക്കേ നല്ല കുറുകിയിരിക്കും, ഭയങ്കരമായിട്ട് കുറുകിയിരിക്കും. അപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിവനെ ഒന്ന് അടുപ്പിലോട്ട് വെച്ചൊന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മുരിങ്ങയ്ക്കായും മാങ്ങായും തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ല എന്നാന്നറിയോ, അത് മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോകും, അതല്ല ഒരു സുഖമില്ല. ഗ്യാസ് ചെയ്യാനായി. ഇപ്പോൾ ചേട്ടായിക്കാണെങ്കിലും തേങ്ങ അരച്ച കറിയാണ് കൂടുതൽ ഇഷ്ടം. തേങ്ങ അരച്ച കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ തേങ്ങ എന്തായാലും അധികം അരയ്ക്കാറില്ല, പക്ഷേ ചേട്ടായിക്ക് തേങ്ങ അരച്ചത് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിനി ഈ മീൻകറിയും പിന്നെ എന്നാ നമുക്ക് ഒരു പുതിനയില സംബന്ധി കൂടെ അരയ്ക്കാൻ വിചാരിക്കും. അപ്പോൾ പോരെ. അപ്പം തന്നെ അടച്ചു വെച്ചു. തക്കാളിപ്പഴം കൂടെ നമുക്ക് ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം.
ഇപ്പം ചേട്ടായിക്ക് മൂത്രത്തിക്കല്ലിൻ്റെ ഒക്കെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ദൈവം സഹായിച്ചോ ഒരു കുഴപ്പമില്ല. ചേട്ടായിക്ക് ഈയിടെ എല്ലാം ദേഹം വേദനയും പിന്നെ എന്നാ കൈക്ക് വേദന അങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ യൂറിക് ആസിഡാണോ പിന്നെ തൊണ്ട ഉണങ്ങുന്നു ചുണ്ട് ഉണങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറച്ചിലായിരുന്നേ. എന്നിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്തു കേട്ടോ. ഇനി ഒരു 2 സംഭവം കൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ, തൈറോയിഡും വേറെ എന്തോ ഒരു സംഭവം കൂടെ. അതിവിടെ ഇല്ല, അത് കട്ടപ്പനയല്ല, അത് അടുത്ത ദിവസം ചെയ്ത് നോക്കണം. അതും കൂടെ വേറെ ചെയ്തതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇതിനെ സംബന്ധിച്ച് ഇച്ചിരി തേങ്ങ ഞാൻ എടുക്കട്ടെ. അപ്പം നമ്മുടെ മീൻകറിയെ ഇവിടെ തിളച്ചിട്ടുണ്ട് കണ്ടോ, തിളച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഈ തക്കാളിപ്പഴവും ഈ മാങ്ങായും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഇനി പതിയെ ഇവനൊന്നിരുന്ന് ഒന്ന് പറ്റി വേകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കൂടെ ചാറ് വേണമെങ്കിൽ ലേശം കൂടെ നിങ്ങൾ വെള്ളം ഒഴിച്ചോണം കേട്ടോ. ഇതിപ്പോൾ തന്നെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ വെള്ളം ഇനി ചേർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇച്ചിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കേട്ടോ. ഇത് ഫസ്റ്റായിട്ട് വെച്ചോണ്ടേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് വേട്ടെ, ഞാൻ തീ കുറച്ച് വെക്കാൻ പോവാണ്. ഞാൻ കറിയൊക്കെ ഓഫാക്കി അപ്പുറത്തെ ഗ്യാസിൽ നിന്ന് ഇപ്പത്തേതോട്ട് ഇറക്കി വെച്ചു കേട്ടോ. വേണ്ടേ അപ്പം സെറ്റായി പറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചാറൊക്കെയുണ്ട്. ഇനി എന്നാ എൻ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൊച്ചുള്ളിയും 2 വത്തലമുളകും ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി കടുവും കൂടെ കടുവ് താളിച്ചും കൊണ്ടിടുക. അത്രേ ഉള്ളൂ കേട്ടോ. സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഏട്ടായി. സമ്മന്തിയുണ്ട്, പുതിന സമ്മന്തി. അല്ലാണ്ട് ഇതൊരു സ്പെഷ്യൽ കറിയാണ്. കൂട്ടി നോക്കിയിട്ട് പറ. കൂട്ടി നോക്ക്. കഴിഞ്ഞ ദിവസമേ അത് കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി എവിടുന്ന് കൊണ്ടുവന്ന മാതിരിയാ, ടേസ്റ്റ് ഉണ്ടോ. തേങ്ങ അരച്ച് വെക്കുന്ന കറിയേ ഇപ്പം ഇഷ്ടം, മറ്റേ മുളക് കറിയൊക്കെ അടിയല്ലേ. എങ്ങനെയുണ്ട്? നമ്മുടെ കരിയാപ്പില, നല്ല കരിയാപ്പില. നല്ലതല്ലേ? എനിക്ക് കഴിഞ്ഞ ദിവസമേ കുമാരി ചേച്ചിയുടെ അവിടെ നിന്ന് കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പിറ്റേ ദിവസം ഇച്ചിരി ഇരിപ്പില്ലായിരുന്നോ? എന്നിട്ട് ഞാനത് പിറ്റേ ദിവസം അത് തന്നെ കൂട്ടി ഒന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം, അത് വിചാരിച്ച് വെച്ചതായത്. അതിന് വേണ്ടിയിട്ട് അത് തന്നെ. അയ്യോ പെങ്ങളിവിടെ പണിയില്ലായിരുന്നു, സ്മിത വെച്ചതാ. അയ്യോടാ എൻ്റെ ഒന്നോ മതി. നല്ല പുതിന സമ്മതി. ഇന്നത്തെ ഇത്രേ ഉള്ളു കേട്ടോ. അതെ 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 അതെ. ചുമ്മാ ആണെങ്കിലും ഓരോ ഇല ഡെയിലി കഴിക്കാമെങ്കിൽ ഏറ്റവും ഗ്യാസിനും ഒക്കെ ഒത്തിരി നല്ല. ആണോ? നല്ല പുതിന സമ്മതി. എനിക്കും പുതിന സമ്മതി ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് ഭയങ്കര. അപ്പോൾ കഴിക്കാം അല്ലേ? കുറേ നാളായിട്ട് കണ്ടിട്ടല്ലേ. അപ്പോൾ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനൊരു സൂത്രം കാണിക്കട്ടെ. ഇത് എൻ്റെ ക്ലിപ്പ് തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ക്ലിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് അമ്മ കൊണ്ടുതന്ന ക്ലിപ്പാണ്. ഏതോ സിസ്റ്റർമാരെങ്ങാണ്ട് ഒരു സിസ്റ്ററമ്മയെങ്ങാണ്ട് അയച്ചു കൊടുത്ത ക്ലിപ്പാന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ എനിക്ക് കൊണ്ട് തന്നിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അവൾ ഇവിടെ വന്നപ്പോഴത്തേനും ഈ ക്ലിപ്പ് എടുത്ത് തലയിട്ടുകൊണ്ട് പോയി കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേനും ഭയങ്കര ചൂടല്ലേ. എനിക്ക് മുടി ഷാളും ഒക്കെ മുട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടാണ്. ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഒരുമാതിരി പിന്നീട് ഇങ്ങനെ ക്ലിപ്പ് ഇറക്കി വെച്ചിട്ടാണ് പോയത്. അല്ല ഞങ്ങൾ അവിടെ ചെന്നിട്ട് മാളയ്ക്കൊക്കെ കറങ്ങാൻ പോയില്ല. അന്നേരം തലമുടി ഇരിട്ട് ഞാൻ ഈ ക്ലിപ്പ് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ടിയില്ല. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ തലമുടി ഇരിട്ട് ഈ ക്ലിപ്പ് തന്നെ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു തീർത്ത്. അമ്മു ചല്ലും, അമ്മേ അമ്മു ചല്ലും, അമ്മു ചല്ലും. ഇതെടുത്ത് കൈ പിടിച്ചിട്ട് പറയാം അമ്മു ചല്ലും, അമ്മു ചല്ലും. ഞാൻ എന്തിനാ അമ്മു ചല്ലുന്നത്? അമ്മു കിപ്പ്, അമ്മു ചല്ലും. അമ്മുവിൻ്റെ ക്ലിപ്പ് എടുത്താൽ അമ്മു തല്ലൂന്ന്, അമ്മു ചല്ലും, വിച്ചു ചല്ലും, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു ആഹാ ഇത് എൻ്റെ ക്ലിപ്പാടി, നിൻ്റെ അമ്മ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദൈവം കൊച്ചിൻ്റെ കാര്യം ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർത്തു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടികളും പണികളും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ഒക്കെ ഒന്ന് ഒതുക്കി ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. മഴ പെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്നലെ പെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പെയ്യുമോ എന്നുള്ളത് അറിയത്തില്ല. മൂടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ അപ്പം ചെടിക്കൊക്കെ നല്ല ഫസ്റ്റ് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തു, എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു.
ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി സംഘമുള്ള ദിവസമാണ്. നമുക്ക് ബാങ്ക് ലോണൊക്കെ സംഘത്തിൽ നിന്ന് എടുത്തേക്കുന്നതല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് ലോൺ അടയ്ക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ സംഘത്തിൽ കൃത്യമായിട്ട് പോകണം അല്ലേ. നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസയൊക്കെ മേടിച്ചെടുത്തിട്ട് ചിലരുണ്ട് ഒനങ്ങാതിരുന്ന് കളയും, പിന്നെ സമയത്ത് ചെല്ലത്തില്ല, സമയത്ത് കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരോട് ചോദിച്ചാലും ഉപ്പറ ചെന്നിട്ട് ആരോട് ഏതൊരു കടക്കാരോടാണെങ്കിലും ഏതൊരു മനുഷ്യനോടാണെങ്കിലും ചെന്ന് ചോദിച്ചു ചേട്ടാ എനിക്കൊരു 500 രൂപ തരാമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതിന് 2 ദിവസം മുമ്പ് തിരിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഞാൻ സ്വയം പൊക്കി പറയല്ല, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഒരു മനുഷ്യനോട് ഒരു സാധനം മേടിച്ചാൽ അത് കടമായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് തിരിച്ചു കൊടുക്കണം. അതെനിക്കൊരു ഭയങ്കര നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് സംഘത്തിൽ പോകണം. സംഘത്തിൻ്റെ ബാങ്ക് ലോണും സംഘത്തിൻ്റെ ലോണും ഒക്കെ ഉള്ളതാണ്. ഇന്ന് പ്രീതിയുടെ വീട്ടിൽ വെച്ചാണ് സംഘം കൂടുന്നത്. 4:30 5 മണിക്കൊക്കെ ആകുന്നതിനും മഴ പെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ ഓർക്കുന്നു. അതിന് മുമ്പായിട്ട് ബാക്കി പരിപാടിയെല്ലാം ചെയ്തിട്ട് ഇച്ചിരി നേരം കിടക്കണമെന്ന് കൊടുത്തു. പക്ഷെ കിടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിഞ്ഞ അവിടെ തളർന്നു ഊതി കടന്നു പോകുന്നത്. അതുകൊണ്ട് വിചാരിച്ചു വേണ്ട കിടക്കണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കാം, ഇച്ചിരി നേരം കൊണ്ടിരിക്കാം. ഇന്ന് ആരെയും കണ്ടില്ല, പിള്ളേരെ ഒന്നും കണ്ടില്ല, കുമാരി ചേച്ചിനെയും. അല്ലെങ്കിൽ അപ്പുറത്ത് പണിയുന്നുണ്ടായിരിക്കും കേട്ടോ. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ടേ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചിരിക്കുവാണോ എന്നറിയത്തില്ല. ആരെയും കണ്ടിട്ടില്ല, താഴെ ഞാനും ചേച്ചിനെ ഒന്നും കണ്ടില്ല. ഇന്നലെ താഴത്തേർ കിണർ തേച്ചും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ വെള്ളം ഇപ്പം തെളിഞ്ഞ് കുറച്ചായെന്ന് പറഞ്ഞു കേട്ടോ. മഴക്കാലത്തിന് മുമ്പേ തേകി വൃത്തിയാക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതൊക്കെയായിരുന്നു പരിപാടികളും ഒക്കെ കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇന്ന് വീട്ടിലോട്ടൊന്ന് കയറി പോകണമെന്നൊക്കെ ഓർത്താ പിന്നെയും മടിച്ചു. ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മടിച്ചിരുന്നാൽ പിന്നെ അന്നത്തെ കാര്യം മടി കേട്ടോ. പിന്നെ അമ്മൂൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മോക്കും മോനും അച്ഛനും അമ്മയില്ല. സിന്ധുമ്മയെ എനിക്ക് ജീവനാണ്, സിന്ധുമ്മേനെയും പപ്പാനെയും. എനിക്ക് എൻ്റെ അമ്മയും പപ്പായും പോണക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ വിഷമിക്കേണ്ട, ഞങ്ങൾ കട്ട സപ്പോർട്ടർ നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇറച്ചിയും മീനും അതൊന്നും ഒന്നും കഴിക്കത്തില്ലാത്ത ആൾക്കാരാണ്. ഇടുക്കിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അയ്യോ അപ്പോൾ സിന്ധുമ്മ പെട്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പച്ചടി കിച്ചടി കാളൻ അവിയൽ സാമ്പാർ പരിപ്പ് ഇതൊക്കെ അല്ലേ ഉള്ളൂ, പപ്പടം. അന്നേരം പറഞ്ഞു അമ്മ എൻ്റെ ചേട്ടായി വെളുത്തുള്ളി ഇട്ട സാധനം പോലും ഉപയോഗിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പെട്ടുപോകുമല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ചക്കയൊക്കെ വേവിച്ച് തരാം, ചക്കയൊക്കെ വേവിച്ച് തരണം, ജീരകവും കുഞ്ഞുള്ളിയും കാന്താരിയൊക്കെ അരച്ച് ഒതുക്കിയാകുമ്പോൾ ചക്കയൊക്കെ വേവിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ വേവിച്ച് തരാൻ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നലത്തെ ഒരു പോക്ക് ഇച്ചിരി നേരം ഉള്ളായിരുന്നതിൽ ഒരു സന്തോഷം നിറഞ്ഞായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനും ഒക്കെ ആയിട്ടുള്ളതുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ. പിന്നെ കുഞ്ഞുങ്ങളെ കണ്ടില്ലായിരുന്നു, അവരുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, നല്ല സെറ്റായിരുന്നു. പക്ഷെ ചൂട് കാരണം നിൽക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം എല്ലാവരുടെയും ഇന്ന് കമൻറ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ട് ഒരു ദിവസങ്ങളെങ്കിലും നിന്നിട്ട് വരത്തില്ലായിരുന്നു എന്നൊക്കെ വോയിസ് ഉണ്ടായിരുന്നു. എനിക്ക് ചൂട് ഒരു രക്ഷയില്ല എൻ്റെ കേട്ടോ. പിന്നെ കൊച്ചുങ്ങളെ കാണാനുള്ള ആ കൊതി മൂത്തിട്ട് അങ്ങ് പോയതാ. ചൂടൊക്കെ കുറയട്ടെ, മഴയൊക്കെ ആട്ടെ, അപ്പം 2 ദിവസം മതിക്കാം കേട്ടോ എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങളെല്ലാവരും കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ചേട്ടായി വരുമ്പോൾ ഞാൻ കറിയൊക്കെ കൊടുത്തു നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. ഞാൻ എന്നിട്ട് ആ ഭാഗം കൂടെ ഈ വീഡിയോയ്ക്കകത്ത് ഇട്ടേക്കാം. നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കി. പക്ഷേ ചേട്ടായി വരുമ്പോൾ ചേട്ടായിക്ക് കൂടെ കൊടുത്തിട്ട് വിവരം പറയാം കേട്ടോ. ചൂട് സമയത്തൊക്കെ എല്ലാവരും ജ്യൂസൊക്കെ എല്ലാവരും അടിച്ചു കുടിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുക. തണുപ്പ് അയ്യോ നാട്ടിൻപുറത്തുള്ളവരെ ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. അമ്മോ എന്തൊരു ചൂടാണോ, സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടെ തന്നെ പറ്റുന്നില്ലെന്നേ. ഞാൻ ഫാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഓഫാക്കുന്നത് ഭയങ്കര സൗണ്ട്. അത് ചില സമയത്ത് ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ എന്നെ വീർത്ത് പോകാൻ തുടങ്ങി. എന്നാണോ ദൈവമേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിലോ ആ ബെൽ ബട്ടണോട് ഒന്ന് ഇടിച്ചു പിടിച്ചേരാം. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും